ഇപ്പോൾ ഞാൻ പോകുന്നത് മലേഷ്യയിലെ കോലാലംപൂരിലുള്ള മോസ്റ്റ് ഐക്കോണിക് കൾച്ചറൽ ലാൻഡ്മാർക്കായ സെൻട്രൽ മാർക്കറ്റിലേക്കാണ്. ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആർട്ടും കൾച്ചറൊക്കെ മിക്സ് ചെയ്ത ഒരു വൈബാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഒരുപാട് ഷോപ്പുകൾ. എനിക്ക് ഏടത്തേക്ക് പോകണമെന്ന് മനസ്സിലാവുന്നുണ്ടായിട്ടാണ് ഞാൻ ആദ്യം ഒന്ന് ഫുള്ള് നോക്കി. പിന്നെ ഞാൻ പോയത് ഒരു സൈഡിലേക്കായിരുന്നു. ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന കുറേ സ്റ്റോർ അവിടെ ഉണ്ടായിരുന്നു. ഇതെന്തിപ്പാന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് നോക്കിയത് ഒരു ടയറായിരുന്നു. നമുക്കത് വേണ്ട അങ്ങനെ ഒരു സൈഡിലേക്ക് പോയി ഞാൻ പിന്നെ കണ്ടത് കസ്റ്റമൈസായിട്ട് കീ ചെയിനും ബ്രേസ്ലെറ്റും എല്ലാം ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറാണ്. നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ അവർ ചെയ്ത് തരും. ഞാനതൊക്കെ നോക്കി പിന്നെ അവിടെ നിന്നും തിരിച്ചു വന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രൊഡക്റ്റും ഭയങ്കര ക്യൂട്ടായിരുന്നു. കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാൻ തോന്നും. പക്ഷെ ചെറിയൊരു സാധനത്തിന് പോലും നല്ല പൈസ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ കുറേ ജ്വല്ലറി ഐറ്റംസ്, മാല, ഇയറിങ്സ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. എനിക്ക് എല്ലാം വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ നല്ല പൈസ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഷോപ്പിംഗ്. ഇങ്ങനെ ഡ്രസ്സ് വാങ്ങുക, അതിന് സെലക്ട് ആയിട്ടുള്ള ജ്വല്ലറി, ആക്സസറീസ്, ബാഗ്സൊക്കെ ഇങ്ങനെ പെയർ ചെയ്ത് നോക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അമ്മ എനിക്ക് സമയം പോകുന്നത് മനസ്സിലാവേ ഉണ്ടായില്ല. കുറേ സമയം അതിനുള്ളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയർ ആക്സസറീസിൻ്റെ കുറേ സ്റ്റോർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുന്നത് കണ്ടിട്ട് ആ ഒരു ലേഡി എനിക്ക് ആ ഒരു ബോ എടുത്ത് ട്രൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. താഴത്തെ ഫ്ലോറിൽ ഞാൻ അധികവും കണ്ടത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കുറേ ഡെക്കേഴ്സും ബാഗ്സും പിന്നെ കുറേ കീ ചെയിൻസും ജ്വല്ലറി, ഹെയർ ആക്സസറീസും ഒക്കെയാണ്. ഈ ഒരു ഷോപ്പ് അതിൻ്റെ പേര് ഹെറിറ്റേജ് ഗാലറി എന്നായിരുന്നു. അടിപൊളിയായിരുന്നു ഒരു ഷോപ്പ്. അവരെ അറേഞ്ച്മെൻറ്റും അവിടുത്തെ പ്രൊഡക്റ്റും എല്ലാം വേറെ തന്നെ ഒരു ക്യൂട്ടായിട്ട് ഉണ്ടായിരുന്നു. അതിനുള്ളിൽ പോകുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു വൈബായിരുന്നു ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയി. അവിടെ അധികം ഉണ്ടായിരുന്നത് ഡ്രസ്സൊക്കെയാണ്. പിന്നെ ആടെ പോയാലും ഇങ്ങനെ ഒരു മിറർ കണ്ട ആടെ കുറച്ച് സമയം നിൽക്കണം, ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം. അതൊക്കെ ഭയങ്കര നിർബന്ധമാണ്. പിന്നെ ആ ഒരു ഷോപ്പിൽ ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാം വെസ്റ്റേൺ ടൈപ്പായിരുന്നു. കുറേ ഞാൻ ഡ്രസ്സ് വെച്ച് നോക്കി. അവസാനം എനിക്ക് ഈ ഒരു സ്കേർട്ട് നല്ലോണം ഇഷ്ടമായി. അങ്ങനെ ആ ഒരു സ്കേർട്ട് ഞാൻ അവിടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തുമ്പോൾ തന്നെ ആപ്പി കുറേ സാധനം വാങ്ങുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഓളായിരുന്നു വാങ്ങിയത് അവിടുത്തെ ഏറ്റവും ചെറിയൊരു സാധനമായ ഒരു ചെറിയൊരു കീ ചെയിനായിരുന്നു. ആ ഒരു കീ ചെയിൻ വാങ്ങിയപ്പോൾ തന്നെ ആപ്പി ഹാപ്പിയായി കേട്ടോ. പിന്നെ ഈ ഒരു മാർക്കറ്റിനുള്ളിൽ തന്നെ കുറേ വർക്ക്ഷോപ്പൊക്കെ കാണാമായിരുന്നു. ലൈവായിട്ട് പെയിൻറ് ചെയ്ത് അവരുടെ സ്വന്തം പ്രൊഡക്റ്റുകളൊക്കെ അവിടെ തന്നെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ബിൽഡിങ്ങിനുള്ളിലുള്ള എല്ലാ സ്റ്റാൾസും ഒക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇതൊരു ഓപ്പൺ എയർ വാൾക്കവേ ആണ് കേട്ടോ. ഇതിൻ്റെ രണ്ട് സൈഡിലും കുറേ സ്റ്റാൾസൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ലോക്കൽ ഫുഡും സ്നാക്സ്, ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഒരു മാർക്കറ്റ് മലേഷ്യയിലെ ബെസ്റ്റ് ഷോപ്പിങ്ങും സ്ട്രീറ്റ് ഫുഡും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നമ്മളും ഇവിടുന്ന് കുറച്ച് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റാളിൽ അധികം കേക്കും സാൻഡ്വിച്ചും ഒക്കെ. നമ്മൾ അവിടുന്ന് 2 കേക്കാണ് വാങ്ങിച്ചത്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും പിന്നെ ഒരു വാനില ക്രീം ഫിൽഡ് ആയിട്ടുള്ള ഒരു കേക്കുമാണ്. 2 കേക്കിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് മലേഷ്യയിലെ ഒരു ട്രഡീഷണൽ ഡെസേർട്ടാണ്. സെൻഡോൾ എന്നാണ് ഇതിന് പറയുന്നത്. ആ ഗ്രീൻ കളറിൽ കാണുന്ന ജെല്ലി അത് ഗ്രീൻ റൈസ് ഫ്ലോറാണ്. കോക്കനട്ട് മിൽക്കും പാം ഷുഗർ സിറപ്പും ഒക്കെ ആഡ് ചെയ്താണ് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. ആ ഒരു ചൂടത്ത് കുടിക്കാൻ പെർഫെക്റ്റ് ആയിരുന്നു ആ ഒരു ഡ്രിങ്ക്. നല്ല കൂൾ ആൻഡ് സ്വീറ്റ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്തത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. ഈ ഒരു റെസിപ്പീൻ്റെ പേര് പുട്ടു ബാംബു പാൻഡ. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പുട്ടിൻ്റെ മോഡൽ തന്നെയാണ്. ബാംബൂലാണ് ഇവർ ഡിഷ് ഉണ്ടാക്കുന്നത്. ആ ഒരു പുട്ടിൻ്റെ ഉള്ളിൽ ഒരു സ്വീറ്റ് ഫില്ലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ അതിൻ്റെ മുകളിലായിട്ട് തേങ്ങ ചിരകിയതാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതാ മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് ഈ ഒരു ചക്ക. ഡുരിയാൻ എന്നാണ് ഈ ഒരു ഫ്രൂട്ടിൻ്റെ പേര്. പിന്നെ ആ 2 സൈഡിലും കണ്ട കുറേ കളർഫുള്ളായിട്ടുള്ള ആ ഒരു ബിൽഡിങ്സൊക്കെ ഓരോരോ ഷോപ്പായിരുന്നു കേട്ടോ. കഫേയും ഡ്രസ്സും ഫുഡ് വെയേഴ്സും പെർഫ്യൂംസും ഒക്കെ തന്നെയാണ് ആ ഒരു ഷോപ്പിലും ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളൊരു ഷോപ്പിൽ വീണ്ടും കയറി. നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ആക്സസറീസ് ഉണ്ടായിരുന്നു. അവിടുന്ന് എനിക്ക് നല്ലോണം ഇഷ്ടമായത് ഈ ഒരു ബാങ്കിലാണ്. കട എന്നാണ് അതിനെ പറയുന്നത്. അത് ഞാനങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ ആപ്പിക്കും അവിടുന്ന് കുറേ സാധനങ്ങൾ ഇഷ്ടമായി. അങ്ങനെ അവൾക്കും കുറച്ച് സാധനമൊക്കെ വാങ്ങി നമ്മൾ പിന്നെ അവിടെ തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു. നല്ല ഫുഡാണ്, എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും വേറെ പ്ലേസിലേക്ക് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വേഗം തന്നെ ബൈ. ഹാവ് എ നൈസ് ഡേ.